ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പാക്റ്റ്, ഇൻസിഡൻസ്, അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ്. അപ്പോൾ ആദ്യം നമുക്ക് ഇമ്പാക്റ്റിൻ്റെയും ഇൻസിഡൻസിൻ്റെയും ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇമ്പാക്റ്റും ഇൻസിഡൻസിൻ്റെയും ഡിഫറൻസിൽ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഇമ്പാക്റ്റ് റെഫേഴ്സ് ടു ഇനിഷ്യൽ ബേർഡൻ ഓഫ് എ ടാക്സ്, വെറാസ് ഇൻസിഡൻസ് റിലേറ്റ്സ് ടു ദ അൾട്ടിമേറ്റ് ബേർഡൻ ഓഫ് എ ടാക്സ്. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ, ടാക്സ് ആരാണ് ഇമ്പോസ് ചെയ്യുന്നത്? ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് ആരിലാണ്? ഓരോ സിറ്റിസണിലുമാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുമ്പോൾ വരുന്ന ഇനീഷ്യൽ ആയിട്ടുള്ള ബേർഡൻ, ഏറ്റവും ആദ്യം വരുന്ന ബേർഡനെയാണ് നമ്മൾ പറയുക ഇനീഷ്യൽ ബേർഡൻ. ഇനീഷ്യൽ ബേർഡനെയാണ് നമ്മൾ പറയുന്നത് ഇമ്പാക്റ്റ്. ഇമ്പാക്റ്റ് റെഫേഴ്സ് ടു ദ ഇനീഷ്യൽ ബേർഡൻ ഓഫ് എ ടാക്സ്. ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ വരുന്ന ഫസ്റ്റ് ബേർഡൻ അല്ലെങ്കിൽ ഇനീഷ്യൽ ബേർഡൻ ആണ് ഇമ്പാക്റ്റ്. whereas incidence relates to the ultimate burden of a tax. ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് ഏറ്റവും അവസാനം ആരിലാണോ ആ ടാക്സ് വന്ന് നിൽക്കുന്നത് അതിന് പറയുന്ന പേരാണ് ഇൻസിഡൻസ്. ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് അൾട്ടിമേറ്റ് ബേർഡൻ ഓഫ് എ ടാക്സ്. ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഏറ്റവും അവസാനം ആരിലാണോ ആ ടാക്സ് വന്ന് നിൽക്കുന്നത് അതിനെയാണ് നമ്മൾ ഇൻസിഡൻസ് എന്ന് പറയാം. രണ്ടാമത്തെ ഡിഫറൻസ്, ഇമ്പാക്റ്റ് ഈസ് അറ്റ് ദ പോയിന്റ് ഓഫ് ടാക്സ് ഇമ്പോസിഷൻ. ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന പോയിന്റിലുള്ളതാണ്. അതായത് ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോയിന്റിൽ നമ്മൾ പറയുന്നതാണ് ഇമ്പാക്റ്റ്. ഇൻസിഡൻസ് ഈസ് അറ്റ് ദ പോയിന്റ് ഓഫ് ഫൈനൽ സോഴ്സ് ഫ്രം വിച്ച് ദ മണി കംസ്. ഏറ്റവും അവസാനം ഫൈനലായിട്ട് ആരിലാണോ അത് വന്ന് നിൽക്കുന്നത്, അതിൻ്റെ ടാക്സ് ഇമ്പോസിഷൻ ഫൈനൽ വന്ന് നിൽക്കുന്ന പോയിന്റ് ആരാണോ അതിനെയാണ് നമുക്ക് ഇൻസിഡൻസ് എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് തേർഡായിട്ട് പറയുന്നത് ഇമ്പാക്റ്റ് ഫോൾസ് അപ്പോൺ ദോസ് ഹു ഹാവ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് പേയിങ് ഇറ്റ് ടു ദ ഗവൺമെൻറ്. ഇമ്പാക്റ്റ് ഫോൾസ് അപ്പോൺ ദോസ് ഹു ഹാവ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി, ആരിലാണോ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ആരിലാണോ വരുന്നത് അതാണ് ഇമ്പാക്റ്റ്. വൈൽ ഇൻസിഡൻസ് ഫോൾസ് അപ്പോൺ ദോസ് ഹു പേ ദ ടാക്സ് അൾട്ടിമേറ്റ്ലി. അൾട്ടിമേറ്റ് ആയിട്ട് ഏറ്റവും അവസാനം ആരാണോ ആ ടാക്സ് കൊടുക്കേണ്ടി വരുന്നത് അതാണ് ഇൻസിഡൻസ്. ദെൻ ലാസ്റ്റ് ഡിഫറൻസ്, ഇമ്പാക്റ്റ് ക്യാൻ ബി ഷിഫ്റ്റഡ്. ഇമ്പാക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ഇൻസിഡൻസ് കനോട്ട് ബി ഷിഫ്റ്റഡ്. ഇൻസിഡൻസിന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇമ്പാക്റ്റ് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ബേർഡൻ ഓഫ് ടാക്സ് ആണ്. ഒരാളിലേക്ക് ടാക്സ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ആരിലാണോ വരുന്നത് അയാൾക്കാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് അയാൾക്ക് എന്ത് ചെയ്യാം? അതിന് ഷിഫ്റ്റ് ചെയ്യാം. അതിന് ഷിഫ്റ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ഹോൾസെയിലറിലേക്കാണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസറിലേക്കാണ് ആ ഒരു ടാക്സ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ പ്രൊഡ്യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രൊഡ്യൂസർക്ക് അത് ഹോൾസെയിലായിട്ടുള്ള ആളുകൾക്ക്, ഹോൾസെയിൽ ട്രേഡേഴ്സിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഇമ്പാക്റ്റ് ആരിലേക്കാണ് ഗവൺമെൻറ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ വരുന്നത്? പ്രൊഡ്യൂസറിലാണ്. പ്രൊഡ്യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഷിഫ്റ്റ് ചെയ്തത് ഹോൾസെയിലായിട്ടുള്ള ഒരു ട്രേഡറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ആ ഹോൾസെയിലർ എന്ത് ചെയ്യാണ്? വീണ്ടും ഒരു റീറ്റെയിലർ ആയിട്ടുള്ള ഒരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. റീറ്റെയിലർ പിന്നെ അത് ട്രേഡേഴ്സിൻ്റെ ചെറിയ ചെറിയ ട്രേഡേഴ്സിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് കൺസ്യൂമറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആ ഇനീഷ്യൽ ബേർഡൻ ഓഫ് ടാക്സ് എന്ന് പറയുന്നത് അയാളല്ല ആ ഒരു പേയ്മെൻറ്റ് നടത്തുക. ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നത് ആ ഒരു വ്യക്തി ആയിരിക്കില്ല. അയാൾ അത് ഷിഫ്റ്റ് ചെയ്ത് പല ആളുകളിലേക്കായിട്ട് പോയി അവസാനം ആരിലാണോ വന്ന് നിൽക്കുന്നത് അതിനെയാണ് നമ്മൾ ഇൻസിഡൻസ് എന്ന് പറയാം. ഫസ്റ്റ് ആരിലാണോ ആ ബേർഡൻ നിൽക്കുന്നത് അതിനെ നമ്മൾ ഇമ്പാക്റ്റ് എന്ന് പറയും. അപ്പോൾ ഇമ്പാക്റ്റിൻ്റെ സ്റ്റേജിൽ ഫസ്റ്റ് ബേർഡൻ വന്ന് നിൽക്കുന്ന സമയത്ത് അതിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ അത് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ അൾട്ടിമേറ്റ് ആയിട്ട് ഒരാളിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഇനി ആ കൺസ്യൂമർക്ക് തന്നെ അതിൻ്റെ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലറുടെ കയ്യിലേക്ക് എത്തി, റീറ്റെയിലറുടെ കയ്യിലേക്ക് എത്തി, ചെറിയ ചെറിയ ട്രേഡേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തി. അവരിൽ നിന്ന് കൺസ്യൂമർ അത് വാങ്ങിക്കഴിഞ്ഞു. പിന്നെ കൺസ്യൂമർ എന്ത് ചെയ്യാണ്? കൺസ്യൂമർ അത് കൺസ്യൂം ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അൾട്ടിമേറ്റ് ബേർഡൻ എന്ന് പറയുന്നത് കൺസ്യൂമറുടെ കയ്യിൽ തന്നെ വരികയാണ്. അപ്പോൾ അതിന് നമുക്ക് പറയാം ഇൻസിഡൻസ്. ഈ ഒരു സ്റ്റേജിൽ ഒരിക്കലും ടാക്സ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത്രയാണ് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് ഇമ്പാക്റ്റ്, ഇൻസിഡൻസ്, അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഡിഫറൻസ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഇമ്പാക്റ്റ് എന്താണെന്ന് അതൊന്ന് തന്നെ എഴുതിയാൽ മതി. ഇൻസിഡൻസ് എന്താണെന്നതിൽ നമ്മൾ പോയിന്റ്സ് തന്നതിൽ തന്നെ എഴുതാം. ദെൻ നമുക്ക് ഷിഫ്റ്റിംഗും കൂടെ വേണം. ജസ്റ്റ് ഞാൻ ഇമ്പാക്റ്റ് ഒന്നും കൂടെ നോക്കാം. ഇമ്പാക്റ്റ് ഓഫ് എ ടാക്സ് ഈസ് ഫെൽറ്റ് അറ്റ് ദ പോയിന്റ് വേർ ദ ടാക്സ് ഫസ്റ്റ് കം ടു ഇൻ ടു കോൺട്രാക്ട് വിത്ത് ദ ടാക്സ് പെയർ. ഫസ്റ്റ് ആരിലാണോ ടാക്സ് വരുന്നത് അതാണ് ആ ടാക്സിൻ്റെ ഇമ്പാക്റ്റ്.
It is always on the person who is statutorily liable to pay the tax to government. ആരിലാണോ ആ ടാക്സ് ആദ്യമായിട്ട് വരുന്നത് അയാൾ ലീഗലി ആ ടാക്സ് പേ ചെയ്യാനായിട്ട് ലയബിൾ ആണ്, അയാൾ അടയ്ക്കേണ്ടതാണ് ആ ടാക്സ്. ഇമ്പാക്റ്റ് ഓഫ് എ ടാക്സ് റെഫേഴ്സ് ടു ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ടാക്സ് ബേർഡൻ. അതുകൊണ്ട് തന്നെ ഇമ്പാക്റ്റ് നമ്മൾ പറയുന്നത് ടാക്സ് ബേർഡന്റെ ഇനീഷ്യൽ സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജിനെയാണ് നമ്മൾ ഇമ്പാക്റ്റ് എന്ന് പറയാം. The person who pays the tax first bears the initial burden of tax. In case of indirect tax, initially producer or trader pay them to government, say sales tax, but finally consumers bear the burden. നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞു ഒരു പ്രൊഡ്യൂസർ അത് ഷിഫ്റ്റ് ചെയ്ത് അതിൻ്റെ ഇമ്പാക്റ്റ് മാറി അവസാനം ഒരു കൺസ്യൂമറിലേക്ക് എത്തുന്നു. അപ്പോൾ ഇമ്പാക്റ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള സ്റ്റേജ്, ടാക്സ് ബേർഡൻ ഒരു ഇനീഷ്യൽ സ്റ്റേജിലെയാണ് നമ്മൾ ഇമ്പാക്റ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ആരിലാണോ ടാക്സ് ഇമ്പോസ് ചെയ്തത്, ആരിലാണോ ഫസ്റ്റ് ആ ടാക്സിൻ്റെ ഇമ്പാക്റ്റ് വന്നത്, അയാൾ ലയബിൾ ആണ് ഗവൺമെൻറ്റിലേക്ക് ആ ടാക്സ് പേയ്മെൻറ്റ് നടത്താനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് അതായത് ഫസ്റ്റ് ടൈം ടാക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് പേയ്മെൻറ്റിൻ്റെ ബേർഡൻ വരുന്ന ടാക്സിനെയാണ് നമ്മൾ ഇമ്പാക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻസിഡൻസ് ആണ്. ഇൻസിഡൻസ് ഓഫ് എ ടാക്സ് റെഫേഴ്സ് ടു ദ പോയിന്റ് വേർ അൾട്ടിമേറ്റ് ബേർഡൻ, ആരിലാണോ ആ ടാക്സിൻ്റെ അൾട്ടിമേറ്റ് ബേർഡൻ വരുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു കൺസ്യൂമറിലാണ് അൾട്ടിമേറ്റ് ബേർഡൻ വരുന്നത്. എന്തുകൊണ്ടാണ്? കൺസ്യൂമർ അതിനെ കൺസ്യൂം ചെയ്യണം, ഉപയോഗിക്കുകയാണ്. പിന്നെ അത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് ബേർഡൻ ആരിലാണോ അതാണ് ഇൻസിഡൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ടാക്സ് ആണ് ഇൻസിഡൻസ്. അപ്പോൾ ഇമ്പാക്റ്റിൽ നമ്മൾ കണ്ടു ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ടാക്സ് ബേർഡൻ എന്ന് കണ്ടു. ഇമ്പാക്റ്റിൻ്റെ കേസിൽ നമ്മൾ കണ്ടു ഇനീഷ്യൽ സ്റ്റേജ്, ടാക്സ് ബേർഡൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഇമ്പാക്റ്റ്. അതേസമയം അൾട്ടിമേറ്റ് റെസ്റ്റിംഗ് പ്ലേസ് ആണ് ഇൻസിഡൻസ്. നെക്സ്റ്റ് വൺ ഷിഫ്റ്റിംഗ് ആണ്. ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ചെറിയൊരു ഡിഫറൻസ് നമ്മൾ ഉണ്ട് ഇമ്പാക്റ്റിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പാസിംഗ് ദ മണി ബേർഡൻ ഓഫ് ടാക്സ് ടു സം അതർ പേഴ്സൺ. ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് അതിൻ്റെ മണി ബേർഡൻ പാസ് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഷിഫ്റ്റിംഗ് എന്ന് പറയാം. ദ പർപ്പസ് ഓഫ് ഷിഫ്റ്റിംഗ് ഇസ് ടു എസ്കേപ്പ് ദ ബേർഡൻ ഓഫ് ടാക്സേഷൻ. ടാക്സേഷൻ്റെ ബേർഡനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷിഫ്റ്റിംഗ് നടത്തുന്നത്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സാണ് സെയിൽ നടത്തുക. അപ്പോൾ സെല്ല് ചെയ്യുമ്പോൾ അത് വേറൊരു പ്രൊഡ്യൂസറിൽ നിന്ന് വേറൊരു കൺസ്യൂമറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് പറ്റുന്ന ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് നമ്മുടെ സെയിൽസ്. ഷിഫ്റ്റിംഗ് മെയിനായിട്ട് 4 ടൈപ്പ് ഷിഫ്റ്റിംഗ് ഉണ്ട്. ഒന്ന് ഫോർവേഡ് ഷിഫ്റ്റിംഗ്, ബാക്ക്വേർഡ് ഷിഫ്റ്റിംഗ്, സിംഗിൾ പോയിന്റ് ഷിഫ്റ്റിംഗ്, മൾട്ടി പോയിന്റ് ഷിഫ്റ്റിംഗ്. അതെന്താണെന്ന് നോക്കാം. ഫോർവേഡ് ഷിഫ്റ്റിംഗ് പേരിൽ തന്നെയുണ്ട്, ഫോർവേഡ് മുന്നോട്ടാണ് ഷിഫ്റ്റിംഗ് നടത്തുന്നത്. അപ്പോൾ ടാക്സ് ബേർഡൻ ഷിഫ്റ്റ് ചെയ്യുന്നത് പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്കാണെങ്കിൽ ദാറ്റ് ഈസ് ഫോർവേഡ് ഷിഫ്റ്റിംഗ്. ടാക്സ് ബേർഡൻ is shifted from producer to consumer, that is forward shifting. Then backward shifting. Backward shifting എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this occurs when a tax on the commodity is shifted back to agents of production. ആരാണോ ഈ പ്രൊഡക്ഷൻ്റെ ഏജൻസ് അവരിലേക്ക് ടാക്സ് ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമുക്കറിയാം ഒരു പ്രൊഡക്ഷൻ നടക്കുന്നതിൻ്റെ ബാക്ക് പ്രോസസ്സാണ് എന്തൊക്കെ, ഏജൻസ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്ന ഏജൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഏജൻസ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ബാക്കിലേക്ക് ടാക്സ് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതായത് ഒരു ഫൈനൽ ഗുഡായിട്ട് മാറിയ ഒരു കമോഡിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ആ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് മാറിയത്, അപ്പോൾ അതിൻ്റെ ഏജൻസ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാക്ക്വേർഡ് ഷിഫ്റ്റിംഗ് എന്ന് പറയാം. ദെൻ സിംഗിൾ പോയിന്റ് ഷിഫ്റ്റിംഗ്. സിംഗിൾ പോയിന്റ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടാക്സ് ഈസ് ഷിഫ്റ്റഡ് ഡയറക്ട്ലി ഫ്രം മാനുഫാക്ചർ ഓഫ് പ്രൊഡ്യൂസർ ടു ദ കൺസ്യൂമർ. ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം സിംഗിൾ പോയിന്റ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഇൻ്റർമീഡിയറീസ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ കേസിൽ ഫോർവേഡ് ഷിഫ്റ്റിങ്ങിൽ പറഞ്ഞു ഒരു പ്രൊഡ്യൂസർ, പിന്നെ ഒരു ഹോൾസെയിൽ ട്രേഡർ, റീറ്റെയിൽ ട്രേഡർ, ദെൻ കൺസ്യൂമർ, അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഫോർവേഡ് മുന്നോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. സിംഗിൾ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു കൺസ്യൂമറിലേക്ക് ടാക്സ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് സിംഗിൾ പോയിന്റ് ഷിഫ്റ്റിംഗ്. ദെൻ മൾട്ടി പോയിന്റ് ഷിഫ്റ്റിംഗ്. വെൻ ദ ബേർഡൻ ഓഫ് എ ടാക്സ് ഈസ് ഷിഫ്റ്റഡ് ഫ്രം വൺ പോയിന്റ് ടു സെവറൽ പോയിന്റ്. ടാക്സിൻ്റെ ബേർഡൻ ഒരു പോയിന്റിൽ നിന്ന് പല പല പോയിന്റുകളിലേക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, when the burden of tax is shifted from one point to several points ആണെങ്കിൽ അതിന് മൾട്ടി പോയിന്റ് ഷിഫ്റ്റിംഗ്. അതായത് ഒരു പ്രൊഡ്യൂസറിൽ നിന്ന്
പലരിലേക്കുമായിട്ട് പോവാം. അതിൻ്റെ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത കമ്പനികളിലേക്ക്, ഫേമുകളിലേക്ക് പോവാം. അതുപോലെ തന്നെ വേറെ ഹോൾസെയിലറിലേക്ക് പോവാം, റീറ്റെയിലേഴ്സിലേക്ക് പോവാം, ഡയറക്റ്റായിട്ട് കൺസ്യൂമറിലേക്ക് പോവാം. ഇങ്ങനെ പല പല പോയിന്റുകളിലേക്ക് ടാക്സിൻ്റെ ബേർഡൻ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് മൾട്ടി പോയിന്റ് ഷിഫ്റ്റിംഗ്. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇമ്പാക്റ്റും ഇൻസിഡൻസും എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഷിഫ്റ്റിംഗ്. അപ്പോൾ അതിൽ ഇമ്പാക്റ്റ് എന്താണ്, ഇൻസിഡൻസ് എന്താണെന്ന് പഠിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ ഉള്ള ഒരു കാര്യമാണ് നമുക്കിവിടെ ഒരു ഡിഫറൻസ് ആദ്യം പഠിച്ചു വയ്ക്കുക. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പോൾ ആ ഇമ്പാക്റ്റ് എന്താണ്, ഇൻസിഡൻസ് എന്താണെന്നുള്ള ആ കമ്പാരിസൺ മനസ്സിലാവുമ്പോൾ ഇമ്പാക്റ്റും ഇൻസിഡൻസും സെപ്പറേറ്റ് ആയിട്ട് എഴുതാനുള്ള അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിക്കുക. ദെൻ ഷിഫ്റ്റിങ്ങിൽ 4 ടൈപ്പ് ഷിഫ്റ്റിംഗ് എന്താണെന്ന് നോക്കുക. അത് ഓരോന്നും എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.